ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാ ഈ പറയുന്നേ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഷേളി ഇക്കാരണവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ എന്ത് നാണക്കേടായനെ. പ്രായമായ ഒരു പെണ്ണിന്റെ മുറിയിൽ കുടിച്ച് ലക്കില്ലാണ്ട് കയറി ചെല്ലുക, എന്നിട്ട് അവളോട് അപമര്യാദയായി പെരുമാറുക. മദ്യപിച്ചത് അപമര്യാദയായി പെരുമാറിയതൊക്കെ ഇച്ചായനായിരിക്കും, ഞാനല്ല. അതെ, ഭാര്യയുടെ അനിയത്തിയെ കൂടെ സ്വന്തമാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ. എന്നെ ഇതിനൊന്നും വലിച്ചടക്കണ്ട. എന്ത് പറഞ്ഞോ? എന്നാലും റോയി നിന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അടുക്കുമ്പോഴല്ലേ പലരുടെയും തനിസ്വഭാവം നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം സംഭവിച്ചു. എന്ത്? ടെക്സ്റ്റൈൽസിന്റെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് അപ്പച്ചനെ ഒഴിവാക്കാനാ മക്കളുടെ ഗൂഢാലോചന. അപ്പച്ചൻ ഭയങ്കര വാശിയില്ല അമ്മച്ചി. അന്നക്കുട്ടിയെ തിരികെ വിളിച്ചുകൊണ്ട് വരാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാ പറയുന്നത്. അതിനെ എന്റെ ശവം മറികടന്ന് അവളെ പടിക്കകത്ത് കയറും. ഷൂന്നൊന്നും പറയണ്ട. ഷേർലി മോക്ക്, നീ അയച്ച കത്ത് കിട്ടി. ഇഞ്ചക്കാട്ടുകാരോട് പ്രതികാരം ചെയ്യാനായി നീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതിനോട് കൊച്ചാപ്പന് യാതൊരു യോജിപ്പുമില്ല. കാര്യങ്ങൾ ആദ്യമേ അറിഞ്ഞപ്പോ ഇതിലും കടന്ന കൈയൊക്കെ ഞാനും ആലോചിച്ചതാണ്. പക്ഷെ എല്ലാം വിധിയെന്നോർത്ത് ഞാൻ സമാധാനിക്കുന്നു. ആ കുടുംബം താറുമാറാക്കിയതിൽ വിജയിച്ചുവെന്ന് നീ സന്തോഷിക്കുന്നു. പക്ഷെ ഈ വിജയം പോലും വരാൻ പോകുന്ന പല ദുരിതങ്ങളുടെ മുന്നോടിയല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കത്ത് നീട്ടുന്നില്ല. സ്വസ്നേഹം, ഡേവിഡ് കൊച്ചാപ്പൻ. റോഹിത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം മുറിയിൽ നിന്ന് നോക്കിയെന്നറിയാമോ? എന്താ കാര്യം ഷെർലി? എന്റെ വിഷമം ഞാൻ ആരോട് പറയാൻ? ഇച്ചായൻ റോഹിയെ വഴക്ക് പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഷെർലി എന്നെ കുറിച്ച് ഇച്ചായനോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇച്ചായൻ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറാൻ കാരണം? പറയാം. എല്ലാം ഒരു ഗൂഢാലോചനയാണ് റോയ്. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ റോയുമായി വഴക്കുണ്ടാക്കുക, അഭിപ്രായ വ്യത്യാസം വളർത്തിയെടുത്ത് ടെക്സ്റ്റൈൽസിന്റെ പാർട്ണർഷിപ്പിൽ നിന്ന് റോയെ ഒഴിവാക്കുക. ഇതാണ് ഇച്ചായന്റെ പ്ലാൻ. അതിനുവേണ്ടി എന്നെ ബലിയാടാക്കിയതാണ് റോയ്. ഷെർലി കോളേജിലെ നാടകങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല. അഭിനയിക്കണം. ഏറ്റവും നല്ല നടിക്കുള്ള സമ്മാനം കിട്ടും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഷെർലി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളെ കുറിച്ച് ഒരു ഏകദേശ രൂപം എനിക്കറിയാം. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം മാത്രമാണ് ഇനി എനിക്കറിയേണ്ടത്. അയ്യോ, റോയ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേണ്ട, വാക്കുകൾ കൊണ്ടുള്ള എക്സർസൈസ് നടത്തി ഇനിയും സമയം വെറുതെ കളയണമെന്നില്ല. ഇതാ, ഇനി പറ, തന്നോട് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? തന്റെ സാരസ്യത്തിന് ഇരകളായി ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം? ഇത് സാരസ്യമല്ല റോയ്. അച്ഛനെ കൊന്നയാളുടെ കുടുംബത്തോടുള്ള എന്റെ പകയാണ്. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോഴപ്പോഴായി ഓരോന്നും അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ചുങ്കത്തറക്കാരുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന നിലയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് ചാക്കോച്ച. പകയും വൈരാഗ്യവും വിദ്വേഷവും കൂടിക്കൂടി ബന്ധങ്ങൾ തകർക്കുന്ന അവസ്ഥ വരെ നിങ്ങൾ കൊണ്ടെത്തിച്ചു. മതി, നമുക്ക് ഈ മത്സരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതിനെനിക്ക് സമ്മതമല്ലെങ്കിൽ? എങ്കിൽ നഷ്ടപ്പെടാൻ ഇരുകൂട്ടർക്കും ഒരുപാടുണ്ടാവും. പഴയ കഥകളൊന്നും മറന്നിട്ടില്ലല്ലോ? മറന്നിട്ടില്ല, മറക്കയില്ല. വേണ്ട ചാക്കോച്ച, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ചുങ്കത്തറക്കാരെക്കാൾ ഒരുപടി മുന്നിലാണ് ഇഞ്ചക്കാട്ടുകാര്. അത് ഞങ്ങളുടെ മെടുക്കല്ല, കർത്താവിന്റെ അനുഗ്രഹമാണ്. കൊണ്ടുപോയി ഗോഡൌണിൽ തള്ളടാ.
തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ ഇനി ഒന്നിനും പോണ്ട. മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നു. ഇത് ഞങ്ങൾ ആണുങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഇടപെടണ്ട. മാറി നിൽക്കാൻ. വേണ്ടടാ, എനിക്കണ്ടടാ. എടുത്തോണ്ട് പോയി ഇതൊക്കെ. നാണമില്ലടാ നിനക്കൊക്കെ. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് വന്നിരിക്കുക. അങ്കിളെ ഞങ്ങളാരും അവിടെ വേണ്ടടാ, കൂടുതലൊന്നും പറയണ്ട. അടിച്ചൊതുക്കാൻ പറ്റിയില്ലെങ്കിൽ തട്ടിക്കളയടാ. പറയാൻ എളുപ്പമാ, പക്ഷെ പെട്ടെന്ന് അങ്ങനെ നടക്കുന്ന കാര്യമാണോ? നടക്കും, നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. ചൂറുമായിരിക്കണമെന്ന് മാത്രം. എങ്കിലൊരു കുഞ്ഞു പോലും അറിയാൻ പോണില്ല. നിനക്കൊക്കെ കേൾക്കണോ? അന്ന് ഇഞ്ചക്കാരന്റെ തൈയിൽ കെട്ടിവെച്ച തൊമ്മിച്ചന്റെ കൊലപാതകമില്ലേ, അത് ചെയ്തതേ ഇഞ്ചക്കാരനല്ല. പിന്നെ അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിലേ ഇഞ്ചക്കാരനെ പോലെ മറ്റൊരു ശത്രു കൂടി നമുക്കുണ്ടാകുമായിരുന്നു. തൊമ്മിച്ചൻ. അങ്കിളെ വേണ്ട, ഇനി നീ ഒന്നൊരു ചുക്കം ചെയ്യണ്ട. ഞാൻ പറഞ്ഞ പോലെ അങ്ങ് നീങ്ങിയാ മതി. ഇനി ചാക്കോച്ചൊരു കളി കളിക്കാൻ പോവാ. ഈ പെരുന്നാളിന് പ്രസിഡന്റ് എഴുന്നള്ളാൻ ഇഞ്ചക്കാരൻ കാണില്ല.